വിഎസിനെതിരായ ക്യാപിറ്റൽ പണിഷ്മെന്റ് പരാമർശത്തിൽ പുതിയ വെളിപ്പെടുത്തലുമായി സിപിഐഎം നേതാവ് സുരേഷ് കുറുപ്പ്. വിഎസിന് ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകണമെന്ന പരാമർശം നടത്തിയത് വനിതാ നേതാവ്. ആലപ്പുഴ സംസ്ഥാന സമ്മേളനത്തിലായിരുന്നു പരാമർശം. കൊച്ചുമക്കളുടെ പ്രായം മാത്രമുള്ളവർ നിലവിട്ട ആക്ഷേപങ്ങൾ ഉന്നയിച്ചു. അധിക്ഷേപം സഹിക്കാനാകാതെ വിഎസ് വേദി വിട്ടെന്നും വിഎസിനെ അനുസ്മരിച്ച മാതൃഭൂമി പത്രത്തിൽ എഴുതിയ ലേഖനത്തിൽ സുരേഷ് കുറുപ്പിന്റെ വെളിപ്പെടുത്തൽ. വിവരങ്ങളുമായി ശ്രീജിത്ത് ബാലകൃഷ്ണൻ ചേരുന്നു. ശ്രീജിത്ത്, ഈ സുരേഷ് കുറുപ്പിന്റെ പരാമർശങ്ങൾ, പുതിയ വെളിപ്പെടുത്തലുകൾ, അത് പാർട്ടിക്കകത്ത് വലിയ ചർച്ചയാകാൻ തന്നെയല്ലേ സാധ്യത? ഈ ആലപ്പുഴ സമ്മേളനത്തിലാണ് ഇത് സംഭവിച്ചത് എന്ന് സുരേഷ് കുറുപ്പ് പറയുമ്പോൾ ശരിക്കും നേരത്തെ പുറത്തു വന്ന വാർത്തകൾ അങ്ങനെ അല്ലായിരുന്നല്ലോ. അതിൻ്റെ വസ്തുത മറ്റൊരു രീതിയിലായിട്ടാണ് മാധ്യമങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നത്. ഇപ്പോൾ ഏതായാലും ഈ പരാമർശം ഏത് സാഹചര്യത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അത് വലിയ തോതിൽ ചർച്ചയാകുവാനല്ലേ സാധ്യതയുള്ളത്? തീർച്ചയായും ലക്ഷ്മി, വലിയ രൂപത്തിൽ തന്നെ ചർച്ചയാവും. കാരണം ഇത് ഇങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ VS എന്ന് അനുസ്മരിച്ചുകൊണ്ട് മാതൃഭൂമി വാരാന്ത പതിപ്പിൽ, ഇന്ന് പുറത്തിറങ്ങിയ വാരാന്ത പതിപ്പിൽ വന്ന ലേഖനത്തിലാണ് മുൻ MLAയും CPMന്റെ മുതിർന്ന നേതാവുമായിട്ടുള്ള കോട്ടയത്തു നിന്നുള്ള നേതാവ്, മുൻ MP കൂടിയാണ് അദ്ദേഹം, സുരേഷ് കുറുപ്പ് എഴുതുന്നത്. ഇങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ VS എന്നുള്ള ഓർമ്മക്കുറിപ്പാണ്. അതിലിങ്ങനെയാണ് പറയുന്നത്: അദ്ദേഹത്തിൻ്റെ തട്ടകമായ, അതായത് VSന്റെ തട്ടകമായ ആലപ്പുഴ സംസ്ഥാന സമ്മേളനത്തിൽ ഒരു കൊച്ചു പെൺകുട്ടി VSന് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞു. ഈ അധിക്ഷേപം സഹിക്കാൻ വയ്യാതെ VS വേദി വിട്ട് പുറത്തിറങ്ങി. ഏകനായി, ദുഃഖിതനായി, പക്ഷേ തലകുനിക്കാതെ, ഒന്നും മിണ്ടാതെ, ആരെയും നോക്കാതെ അദ്ദേഹം സമ്മേളന സ്ഥലത്ത് നിന്ന് വീട്ടിലേക്ക് പോയി. ഇങ്ങനെയൊക്കെ ആയിട്ടും അദ്ദേഹം പാർട്ടിയെ ഒരിക്കലും അധിക്ഷേപിച്ചില്ല. ഇതിൽ ആദ്യത്തെ വരി ഒഴികെ ബാക്കി എല്ലാ വരികളും നമ്മൾക്ക് അനുഭവമുള്ളതാണ്. നമ്മൾ കണ്ടതാണ് VS വേദി വിട്ട് പോകുന്നതും. VS ഏകനായിരുന്നു, അദ്ദേഹം എന്തോ ഒരു അധിക്ഷേപം അവിടെ നടന്നിട്ടുണ്ട്, ആ അധിക്ഷേപത്തിൽ അദ്ദേഹം ദുഃഖിതനായിരുന്നു എന്നൊക്കെ നമ്മൾ പിന്നീട് വാർത്തകൾ കണ്ടതാണ്, നമ്മൾ ദൃശ്യങ്ങളിലും കണ്ടതാണ്. ആലപ്പുഴ സമ്മേളനം നമ്മുടെ ഓർമ്മയിലുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ തട്ടകമായ ആലപ്പുഴ സംസ്ഥാന സമ്മേളനത്തിൽ ഒരു കൊച്ചു പെൺകുട്ടി VSന് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞു എന്ന സുരേഷ് കുറുപ്പിൻ്റെ വരികളാണ് ഇപ്പോൾ ചർച്ചയാകാൻ പോകുന്നത്. കാരണം ഈ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് മുൻപ്, ആലപ്പുഴ സമ്മേളനത്തിന് മുൻപ് തിരുവനന്തപുരം സമ്മേളനം കാലത്ത് തന്നെ ചർച്ചയായതാണ്. അന്ന് ഒരു യുവ നേതാവാണ് ഈ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് VSന് കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ തൊട്ട് മുന്നേ 3 ദിവസം മുൻപാണ് CPMന്റെ മുതിർന്ന നേതാവായിരുന്ന പിരപ്പൻകോട് മുരളി, തിരുവനന്തപുരത്തുള്ള നേതാവായിട്ടുള്ള പിരപ്പൻകോട് മുരളി മാധ്യമങ്ങളെ കണ്ടത്, മാധ്യമങ്ങളോട് സംസാരിച്ചതും. അപ്പോൾ ഒരു യുവ നേതാവിൽ നിന്ന് ഇപ്പോൾ കൊച്ചു പെൺകുട്ടിയിലേക്കാണ് ഇപ്പോൾ ഇതിൻ്റെ ട്വിസ്റ്റ് മാറുന്നത്. അതായത് പിരപ്പൻകോട് മുരളിയും മുൻകാലങ്ങളിൽ നമ്മൾ കേട്ടിരുന്നതുമായ കഥയിൽ അല്ലെങ്കിൽ വാർത്തകളിൽ ഇതൊരു യുവ നേതാവായിരുന്നു പറഞ്ഞിരുന്നത് എന്നാണ്. അതിൽ പിന്നീടാണ് സ്വരാജിൻ്റെ പേരിലേക്ക് അത് വരുന്നതും സ്വരാജാണ് ഈ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് എന്ന പരാമർശം നടത്തിയത് എന്ന വാദം മറ്റു ചിലർ ഉയർത്തുകയും ചെയ്തു. അത് MV ഗോവിന്ദൻ പേരെടുത്ത് പറഞ്ഞ് നിഷേധിക്കുകയും ചെയ്തു. സ്വരാജ് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് MV ഗോവിന്ദൻ, CPMന്റെ ഇപ്പോഴത്തെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അങ്ങനെ പറയുകയും ചെയ്തു, വിശദീകരിക്കുകയും ചെയ്തു. അതിനുശേഷം പിരപ്പൻകോട് മുരളി പറഞ്ഞത്, ഞാൻ സ്വരാജിൻ്റെ പേര് പരാമർശിച്ചില്ല, പിന്നെ എങ്ങനെയാണ് നിങ്ങൾ സ്വരാജിൻ്റെ പേരിലേക്ക് ഇത് കൊണ്ടുപോകുന്നതെന്ന് പിരപ്പൻകോട് മുരളിയും ചോദിച്ചു. അങ്ങനെ സ്വരാജിൻ്റെ പേര് ഇതിൽ ചർച്ചയാകേണ്ട കാര്യമില്ല എന്ന് പിരപ്പൻകോട് മുരളി പറയുന്നു. പിന്നീട് പാർട്ടി സെക്രട്ടറി നിഷേധിക്കുന്നു. അത് കഴിഞ്ഞാണ് ആലപ്പുഴ സമ്മേളനത്തിലാണ് ഈ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് എന്ന പരാമർശം, അല്ലെങ്കിൽ VSന് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് പാർട്ടിയിൽ കൊടുക്കണമെന്ന് പറഞ്ഞതായിട്ട് CPMന്റെ മുതിർന്ന നേതാവും VSനോട് അടുത്ത ബന്ധമുള്ള, അതായത് VSനോട് അടുത്ത ബന്ധം എന്ന് പറഞ്ഞാൽ CV പത്മരാജൻ, മുൻ മന്ത്രിയായിരുന്ന അന്തരിച്ച കോൺഗ്രസ് നേതാവ് CV പത്മരാജനെതിരെ VS കൊടുത്ത ഹർജിയിൽ കോടതിയിൽ വാദിച്ചിരുന്ന അഭിഭാഷകൻ കൂടിയായിരുന്ന സുരേഷ് കുറുപ്പാണ് ഇപ്പോൾ VSുമായി അടുത്ത ബന്ധമുണ്ടെന്ന് നമ്മൾ കരുതുന്ന സുരേഷ് കുറുപ്പാണ് ഇപ്പോൾ ഈ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. അത് ആലപ്പുഴ സമ്മേളനത്തിൽ എന്നുള്ളതാണ് ഇതിൻ്റെ കൗതുകം. ഇത് തിരുവനന്തപുരം സമ്മേളനത്തിലായിരുന്നോ ആലപ്പുഴ സമ്മേളനത്തിലായിരുന്നോ എന്നുള്ളത് ഇപ്പോൾ ഇനി അതാണ് ഒരു പക്ഷേ ചർച്ചയാകാൻ പോകുന്നത്. മറ്റൊന്ന്, ഇത് സ്വരാജ് അല്ല എന്ന് കൂടി സമർത്ഥിക്കാനാണ് സുരേഷ് കുറുപ്പ് ശ്രമിക്കുന്നത് എന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ VS എന്ന് പറയുന്നതിൽ അദ്ദേഹം വീണ്ടും ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. കുട്ടിക്കാലം മുതൽ VS അച്യുതാനന്ദൻ്റെ കൺമുന്നിൽ വളർന്നൊരു രാഷ്ട്രീയ നേതാവ് എഴുതിയ ഓർമ്മക്കുറിപ്പാണ് എന്നാണ് ഇതിൻ്റെ തുടക്കം. എതിരാളികളെ സന്ദേഹമേതുമില്ലാതെ വെട്ടിനിരത്തുന്ന VSനെയും തനിക്ക് വെട്ടുകൊള്ളുമ്പോൾ ധീരതയോടെ പോരാടുന്ന VSനെയും, അതാണ് ഇപ്പോൾ ഈ തനിക്ക് വെട്ടുകൊള്ളുമ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൊച്ചു പെൺകുട്ടി അദ്ദേഹത്തെ അധിക്ഷേപിക്കുന്നു. ആ അധിക്ഷേപിക്കുമ്പോൾ അദ്ദേഹം ഏകനായി, മൂകനായി, ആ അധിക്ഷേപം സഹിക്കവയ്യാതെ പാർട്ടി സമ്മേളനത്തിന് ഇറങ്ങിപ്പോകുന്നു. എന്തുകൊണ്ടാണ് പാർട്ടി സമ്മേളനത്തിന്, ആലപ്പുഴ സമ്മേളനത്തിന് ഇറങ്ങിപ്പോയത് എന്ന കാര്യത്തിൽ വലിയ ചർച്ചകൾ അന്നുണ്ടായിരുന്നു. അപ്പോൾ സുരേഷ് കുറുപ്പ് പറയാൻ ശ്രമിക്കുന്നതും പറഞ്ഞ് സമർത്ഥിക്കാൻ ശ്രമിക്കുന്നതും ഈ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് പരാമർശം ആലപ്പുഴ സമ്മേളനത്തിലാണ് ഉണ്ടായത്. ആ അധിക്ഷേപത്തിൽ മനംനൊന്താണ് അദ്ദേഹം സമ്മേളനത്തിൽ ഇറങ്ങിപ്പോയത് എന്നാണ് സുരേഷ് കുറുപ്പ് പറയാൻ ശ്രമിക്കുന്നത്. കൊച്ചുമക്കളുടെ പ്രായം മാത്രമുള്ളവർ സമ്മേളനങ്ങളിൽ VSന് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ വേദി വിട്ട് പുറത്തിറങ്ങി ഏകാഗിയായി നടന്നുപോയ VSനെ കണ്ടു എന്നാണ് സുരേഷ് കുറുപ്പ് പറയുന്നത്. അതിൽ ഒരു കൊച്ചു പെൺകുട്ടി എന്ന പരാമർശമാണ് ഇപ്പോൾ ഇനി ചർച്ചയാകാൻ പോകുന്നത്. അപ്പോൾ സ്വരാജ് ആയിരുന്നില്ല, അല്ലെങ്കിൽ സ്വരാജിൻ്റെ പേരിലേക്ക് കൊണ്ടുവരേണ്ട കാര്യമില്ല എന്ന് പറയാൻ കൂടി ആയിരിക്കണം ഒരുപക്ഷെ ഇപ്പോൾ സുരേഷ് കുറുപ്പിൻ്റെ ഈ ഇങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ VS എന്ന ലേഖനം പരാമർശിക്കുന്നു, അല്ലെങ്കിൽ ആ ലേഖനം കൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.
അതിനോടൊപ്പം തന്നെ ഈ VS-മായി ബന്ധപ്പെട്ട VS പക്ഷവുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ ഈ ലേഖനത്തിൽ പറയുന്നുണ്ട്. പാലക്കാട് സമ്മേളനത്തിലും മലപ്പുറം സമ്മേളനത്തിലും എങ്ങനെയായിരുന്നു VS സമ്മേളന കാലത്ത് നേരിട്ടത്. ഒരുപാട് പ്രകാശ് കാരാട്ടും യെച്ചൂരിയും അടക്കമുള്ള ആളുകൾ മത്സരിക്കരുത് എന്ന് പറയുമ്പോൾ പോലും VS-ന്റെ പക്ഷമായി നിന്ന ആളുകൾ മത്സരിക്കാൻ ശ്രമിക്കുന്നു, അവർ പരാജയപ്പെടുന്നു. അപ്പോഴും ഏകനായി വീണ്ടും എന്തിനേയും നേരിടാൻ പാർട്ടിയിൽ എന്ത് നിലപാടെടുക്കാനും ധൈര്യപൂർവ്വം മുന്നോട്ട് പോകാനും ഒക്കെ VS-ന് കഴിഞ്ഞിരുന്നു എന്ന് പറഞ്ഞു തുടങ്ങുന്ന ലേഖനത്തിലാണ് ഏറ്റവും അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ആലപ്പുഴ സമ്മേളനമാകുമ്പോൾ അദ്ദേഹത്തിന് വലിയ ക്ഷീണം ഉണ്ടാകുന്നു. ആ ക്ഷീണം അദ്ദേഹത്തിന് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണമെന്നൊരു കൊച്ചു പെൺകുട്ടി പറയുന്നു എന്ന് സമർത്ഥിക്കാനാണ് സുരേഷ് കുറുപ്പ് ശ്രമിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഈ ലേഖനം വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്. മാതൃഭൂമി ദിനപത്രത്തിലെ വാരാന്ത്യ പതിപ്പിലാണ് ഈ ലേഖനം, വളരെ വിശദമായ ലേഖനം. അതുമാത്രമല്ല കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ VS-നെ കുറിച്ച് വലിയ അനുഭവക്കുറിപ്പുകളാണ്, ഓർമ്മക്കുറിപ്പുകളാണ് സുരേഷ് കുറുപ്പ് പറഞ്ഞു വെക്കുന്നത്. VS-ന്റെ പോരാട്ടത്തെക്കുറിച്ചും VS-ന്റെ പോരാട്ട വീര്യത്തെക്കുറിച്ചും ഒക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് അതിൻ്റെ പുതിയ കാലത്തെ രാഷ്ട്രീയത്തിനകത്ത്, അതായത് VS മരിച്ച ശേഷം ഉയർന്നു വന്ന വിവാദങ്ങളിലൊന്ന് അദ്ദേഹത്തിന് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുക്കണമെന്ന് ഒരു യുവ നേതാവ് പറഞ്ഞതായിട്ട് പിരപ്പൻകോട് മുരളി പറയുകയും പിന്നീട് അതിനെ പാർട്ടി സെക്രട്ടറി നിഷേധിക്കുകയും അത് സ്വരാജ് അല്ല എന്ന് പറയുകയും സ്വരാജിൻ്റെ പേര് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പിരപ്പൻകോട് മുരളി തന്നെ പറയുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ ഒരു കൊച്ചു പെൺകുട്ടിയാണ് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞതും അതിൽ വലിയ വിഷമമുണ്ടായിരുന്നു VS-ന്. ആ വിഷമത്തിലാണ് അദ്ദേഹം ആലപ്പുഴ സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത് എന്നുള്ളതാണ് ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് തിരുവനന്തപുരം സമ്മേളനത്തിലാണോ ആലപ്പുഴ സമ്മേളനത്തിലാണോ പറഞ്ഞത് എന്ന കാര്യത്തിലാണ് ഇനി പാർട്ടി തന്നെ ഒരുപക്ഷെ വലിയ വിശദീകരണം നടത്തേണ്ടി വരും എന്നാണ് തോന്നുന്നത്. എന്തായാലും CPM-നെ സംബന്ധിച്ച് ആശ്വാസകരമായ കാര്യമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം സ്വരാജ് അല്ല എന്നുള്ളത് സമർത്ഥിക്കാൻ, വ്യക്തമാക്കാൻ സുരേഷ് കുറുപ്പ് ശ്രമിക്കുന്നുണ്ട് എങ്കിൽ അത് പാർട്ടിയെ സംബന്ധിച്ചും സ്വരാജിനെ സംബന്ധിച്ചും CPM-നെ സംബന്ധിച്ചും വലിയ ആശ്വാസകരമായ കാര്യം കൂടിയാകും. ലക്ഷ്മി. ശരി ശ്രീജിത്ത്, അപ്പോഴും അങ്ങനെ ഒരു പരാമർശം അവിടെ നടത്തപ്പെട്ടു എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണം വന്നിരിക്കുന്നു എന്നുള്ളതാണ് സുരേഷ് കുറുപ്പിൻ്റെ ഈ വെളിപ്പെടുത്തൽ. ഏതായാലും വലിയ ചർച്ചയാകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. CPM-ന്റെ ഭാഗത്ത് നിന്ന് ഒരു വിശദീകരണം, മറുപടി എല്ലാവരും പ്രതീക്ഷിക്കുന്നുമുണ്ട്.